രാജു, മീശപുലിമലയിലേക്കുള്ള യാത്രാനുഭവം നീയും അച്ഛനും സംസാരിച്ചല്ലോ. നിങ്ങളുടെ യാത്രയ്ക്ക് ഡിജിറ്റൽ ഭൂപടങ്ങൾ ഒരുപാട് സഹായകമായെന്ന് മനസ്സിലായല്ലോ. എന്താണ് ഈ ഭൂപടം? ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ ഭൂമിയുടെ ഒരു ഭാഗത്തെ ചെറുതാക്കി പരന്ന പ്രതലത്തിൽ വരച്ചു കാണിക്കുന്നതിനെയാണ് ഭൂപടം എന്ന് പറയുന്നത്. ഭൂപടങ്ങളെ നമുക്ക് പല ആവശ്യങ്ങൾക്കായി തരംതിരിക്കാമല്ലോ. അതെ, വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രധാനമായും 3 തരം ഭൂപടങ്ങളുണ്ട്. പ്രകൃതിപരമായ ഭൂപടങ്ങൾ, ഫിസിക്കൽ മാപ്സ്, പർവ്വതങ്ങൾ, നദികൾ, പീഠഭൂമികൾ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകളെ കാണിക്കുന്നു. രാഷ്ട്രീയ ഭൂപടങ്ങൾ, പൊളിറ്റിക്കൽ മാപ്സ്, രാജ്യങ്ങൾ, സംസ്ഥാനങ്ങൾ, തലസ്ഥാനങ്ങൾ, നഗരങ്ങൾ തുടങ്ങിയ മനുഷ്യനിർമ്മിത അതിരുകൾ കാണിക്കുന്നു. തീമാറ്റിക് ഭൂപടങ്ങൾ, തീമാറ്റിക് മാപ്സ്, ഒരു പ്രത്യേക വിഷയത്തിന് പ്രാധാന്യം നൽകുന്നു. ഉദാഹരണത്തിന് റോഡുകൾ, മഴയുടെ അളവ്, ജനസംഖ്യ. ഒരു ഭൂപടം മനസ്സിലാക്കാൻ നമുക്ക് സഹായകമാകുന്ന പ്രധാന ഘടകങ്ങൾ ഏതാണ്? ഭൂപടം മനസ്സിലാക്കാനുള്ള 3 അടിസ്ഥാന ഘടകങ്ങൾ ഇവയാണ്. ദിക്ക്, ഡിറക്ഷൻ. സാധാരണയായി ഭൂപടങ്ങളിൽ വടക്ക് ദിശ രേഖപ്പെടുത്താറുണ്ട്. ഈ ദിശ മനസ്സിലാക്കിയാൽ മറ്റു ദിശകളും എളുപ്പത്തിൽ കണ്ടെത്താം. അളവ്, സ്കെയിൽ. ഭൂപടത്തിലെ 2 സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരവും ഭൂമിയിലെ യഥാർത്ഥ ദൂരവും തമ്മിലുള്ള അനുപാതമാണ് സ്കെയിൽ. ഉദാഹരണത്തിന് 1 സെന്റിമീറ്റർ = 10 കിലോമീറ്റർ. ചിഹ്നങ്ങളും അടയാളങ്ങളും, സിംബൽസ് ആൻഡ് സൈൻസ്. യഥാർത്ഥത്തിൽ വലിയ സ്ഥലങ്ങളായ കെട്ടിടങ്ങൾ, പാലങ്ങൾ എന്നിവയെ ഭൂപടത്തിൽ ചെറിയ ചിഹ്നങ്ങളും നിറങ്ങളും ഉപയോഗിച്ച് കാണിക്കുന്നു. ഭൂപടങ്ങൾ വായിക്കാൻ ഉപയോഗിക്കുന്ന പൊതുവായ ചിഹ്നങ്ങളെയും അടയാളങ്ങളെയും എന്താണ് വിളിക്കുന്നത്? അതാണ് കൺവെൻഷണൽ ചിഹ്നങ്ങളും അടയാളങ്ങളും, കൺവെൻഷണൽ സിംബൽസ് ആൻഡ് സൈൻസ്. ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് ഒരു ഭൂപടം മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു. ഓരോ ഭൂപടത്തിലും ഒരു നിറം ഒരു പ്രത്യേക കാര്യത്തെ സൂചിപ്പിക്കുന്നുണ്ടല്ലോ. അതെ, നീല, വെള്ളം, ജലാശയങ്ങൾ. ഉദാഹരണം നദികൾ, തടാകങ്ങൾ. പച്ച, സസ്യങ്ങൾ, താഴ്ന്ന പ്രദേശങ്ങൾ. തവിട്ട്, മലകൾ, കുന്നുകൾ. മഞ്ഞ, കൃഷിഭൂമി. ഇക്കാലത്ത് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പുതിയതരം ഭൂപടങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള ആധുനിക സങ്കേതങ്ങൾ ഏതൊക്കെയാണ്? 3 പ്രധാന ആധുനിക സങ്കേതങ്ങളുണ്ട്. വിദൂര സംവേദനം. ഒരു വസ്തുവിനെ സ്പർശിക്കാതെ അതിനെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്ന സാങ്കേതിക വിദ്യയാണിത്. പ്രധാനമായും ഉപഗ്രഹങ്ങളും ക്യാമറകളും ഉപയോഗിക്കുന്നു. ഭൂവിവര വ്യവസ്ഥ, GIS, ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം. ഭൂപട വിവരങ്ങളെ കമ്പ്യൂട്ടറിൽ ശേഖരിക്കുകയും വിശകലനം ചെയ്യുന്ന സംവിധാനമാണിത്. ഉദാഹരണത്തിന് ഒരു പ്രദേശത്തെ മണ്ണിനെക്കുറിച്ചും വിളകളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ഒരുമിച്ച് വിശകലനം ചെയ്യാം. ഗ്ലോബൽ പൊസിഷനിംഗ് സിസ്റ്റം, GPS, ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ ഭൂമിയിലെ ഏത് സ്ഥലത്തിന്റെയും കൃത്യമായ സ്ഥാനം, ലൊക്കേഷൻ മനസ്സിലാക്കാൻ സഹായിക്കുന്ന സംവിധാനം. രാജു, നമ്മുടെ നിത്യജീവിതത്തിൽ GPS എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? പല ആവശ്യങ്ങൾക്കായി നമ്മൾ ഇന്ന് GPS ഉപയോഗിക്കുന്നു. വഴി കണ്ടെത്താൻ മൊബൈൽ ഫോണിലെ നാവിഗേഷൻ ആപ്പുകൾ, വാഹനങ്ങളുടെ സ്ഥാനം, കപ്പലുകൾ, വിമാനങ്ങൾ, കാറുകൾ എന്നിവ ട്രാക്ക് ചെയ്യാൻ, രക്ഷാപ്രവർത്തനങ്ങൾക്ക്, അപകടത്തിൽപ്പെട്ടവരുടെ സ്ഥാനം കണ്ടെത്താൻ, സമയവും ദൂരവും കൃത്യമായി കണക്കാക്കാൻ. ഭൂപടങ്ങൾ വായിക്കാനുള്ള അടിസ്ഥാന വിവരങ്ങളും ആധുനിക സങ്കേതം എങ്ങനെ നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നു എന്നും ഈ ചർച്ചയിലൂടെ മനസ്സിലായി. അതെ, ഈ സങ്കേതങ്ങൾ രാജ്യപുരോഗതിക്ക് എത്രത്തോളം പ്രധാനമാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്.